ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ അവരോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്? ഇതെന്താ കിഡ്നാപ്പാണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ് ഞാൻ. എന്നെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. നിന്ന് വിളിക്കാതെ കാര്യം പറയടാ, കെട്ടഴിച്ച് വിടടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭിലാഷ് വന്നിട്ട് വേദന എടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദനയോട് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല. പിന്നെ ഞങ്ങളോട് ഇത് പറഞ്ഞ അയാൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും. മാത്രമല്ല അയാൾ നിന്നെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അതല്ല ഇത്തിരി നേരം രസിക്കാനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരാണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വേദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എൻ്റെ കൈ അഴിച്ച് വിടറാ, അപ്പോൾ എൻ്റെ കയ്യിൽ ചൂട് നീ അറിയുന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ മറ്റേ ദിവസം ആഹാ കരിപ്പൻ്റെ കാന്താരി തന്നെയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. എന്നിട്ട് പിന്നെയും അഭിലാഷ് ഇങ്ങനെ വേദനയോട് പറയുന്നുണ്ട്, അതെ, നിന്നോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്നല്ലേ പറഞ്ഞു, പക്ഷേ ഞങ്ങളോട് ഇത് പറഞ്ഞ അയാൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും, അത് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ കൈ അഴിക്കാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ആരാടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അവിടേക്ക് വാസവൻ വരികയാണ് കേട്ടോ. അയാളിങ്ങനെ വരുമ്പോൾ കയ്യൊക്കെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് വെറുതെ ഞാനാണേ, ഈ പാവം വാസവനാണേ ഇത് പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് വേദം ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇയാളോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ വാസവൻ വേദയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങളോട് ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും വേദന കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, പഴയ കാമുകനും അച്ഛനും നീയും ചേർന്ന് എന്നെ കുരുക്കാന്നാണോ വിചാരിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ വേദരെ കഴുത്തിങ്ങനെ ഞെക്കി പിടിച്ച് തന്നിട്ട് വേദ പറഞ്ഞു ഇങ്ങനെ വിടാനായിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് അയാൾ കഴുത്ത് ഇങ്ങനെ പിടിച്ച് തന്നെ നിൽക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ കമലാമ്മ. ആ സമയത്ത് ശ്രീജ താളി കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീജയെ അത് കുളിമുറിയിലേക്ക് വെച്ചോന്ന് പറയട്ടോ. ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് കുളിമുറിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വിക്രം ചോദിക്കുന്നത് എന്താ അത് എന്ന് ചോദിക്കും. അത് കുറച്ച് താളിയാണ്. അയ്യേ താളിയോ? എനിക്കൊന്നും വേണ്ട, അത് ഞാൻ ഷാമ്പു ഇട്ടോളാം എന്ന് പറയും. അതെ, എന്തായാലും അതൊക്കെ ചെയ്യണം, ജയിലിൽ 2 ദിവസം കിടന്നതല്ലേ, നീർവീഴ്ച ഉണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്നാൽ മതി പോയി കുടിക്കുക. അയ്യോ അത് നിർത്തല്ലേ അമ്മേ, കുറച്ച് നേരം കൂടെ മസാജ് ചെയ്യും, എനിക്ക് ഒന്നും കൂടെ അമ്മയുടെ കൈ കൊണ്ട് മസാജ് ചെയ്യണം. സിമെൻറ്റ് തറയിൽ കിടന്നിട്ടാണ് കഴുത്തൊക്കെ വേദന എടുക്കുന്നു പറയുമ്പോൾ വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നീട് വേദന കഴുത്ത് പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. എന്നിട്ട് കഴുത്ത് വിടുന്നുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരയാണ് വിളിച്ച് പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരായിട്ടല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. വിക്രം ആ പയ്യനെ തടിച്ചതച്ചു എന്ന് ജഡ്ജിന് മുന്നിൽ മൊഴി കൊടുത്തതല്ലേ ഞാൻ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി അതൊക്കെ നിൻ്റെ അടവായിരുന്നു എന്ന് പറയാം കേട്ടോ. നീ നിൻ്റെ മുൻ കാമുകനും കൂടിയിട്ട് എൻ്റെ ചതിച്ചതാണെന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞിട്ട് എൻ്റെ മുൻ കാമുകനൊന്നുമില്ല, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാൻ കേട്ടോ. ദർശൻ ഈ കേസിൽ ഇടപെടുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയും. അതൊക്കെ നിൻ്റെ അടവാണടി. അത് അയാളും അതുപോലെ തന്നെ നിൻ്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ വീട്ടിയാക്കാന്നാണ് വിചാരിച്ചത് അല്ലേടി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദം ഒന്ന് ചിരിക്കുകയാണേ. അതിന് ശേഷം കാണിക്കുന്നത് പിന്നീട് വിക്രം കുളിച്ച് വരികയാണ് കേട്ടോ. കുളിച്ച് വരുമ്പോൾ തല തോർത്തില്ല എന്ന് പറഞ്ഞിട്ട് കമലാമ്മ വന്നങ്ങോട്ട് തലൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീജി ആ രാസനാദി പൊടി എടുത്തിട്ട് അതിനൊക്കെ പറയുമ്പോൾ വിക്രം വരും, ഇതൊന്നും വേണ്ട അമ്മേ എന്ന് പറയട്ടോ. മിണ്ടാതിരിക്കടാ, ഇതൊക്കെ വേണം, ജയിലിൽ 2-3 ദിവസം കിടന്നതല്ലേ, അപ്പോൾ നീർവീഴ്ച ഉണ്ടാവും, അപ്പോൾ അതിന് ഇതൊക്കെ വേണം. ആ തലയിൽ തേച്ച് കൊടുത്തിട്ട് കുറച്ച് മണപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദന തന്നെയാണ്. അപ്പോൾ വേദ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് പറയട്ടോ. അതല്ല, നിങ്ങളോട് എനിക്ക് ചിരിയല്ലാതെ പിന്നെ എന്താ വരാ? നിങ്ങളോട് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായതാണ്. വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാരണം അത് ഒളിഞ്ഞു എടുപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മൊഴി കൊടുത്തതെന്ന്? ഒരിക്കലുമല്ല. നിങ്ങളെ പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഇല്ലാതാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജയിലിലാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊഴി പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങളുടെ മോന് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ മോന് ആ വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ശരികേടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ എനിക്ക് അതും കൂടെ എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാസവൻ പറഞ്ഞു, ശരി, അത് നിന്നോട് പറയാം, കാരണം അത് നീ അനുഭവിക്കാൻ പോകുന്നതും അത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ നിന്നോടും കൂടെ ഞാനതങ്ങ് പറഞ്ഞേക്കാം.
എന്ന് പറയാം കേട്ടോ. പിന്നീട് വിക്രം ഇങ്ങനെ കണ്ണാടി നോക്കി മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണാടിയിൽ വേദന പൊട്ടിയിരിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ വിക്രം ആ ഒരു പൊട്ടെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നോക്കുകയാണേ. അതിൽ വെച്ച് നോക്കുമ്പോൾ വിക്രം കോടതിയിൽ വെച്ച് ദർശൻ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സമയത്താണ് ഒരു അപശകുനം പോലെ വിക്രം നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു നല്ല ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആളല്ലേ വിക്രം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വിക്രത്തിനോട് നിങ്ങൾക്ക് പാകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വിക്രത്തിന് ഓർമ്മ വരാണ് കേട്ടോ. അപ്പോൾ ആ പൊട്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കളയുന്നുണ്ട് കേട്ടോ, ദേഷ്യത്തോട് കൂടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് വാസവനെ തന്നെയാണ്, വേദനയും. അപ്പോൾ വാസവൻ പറയുന്നത് ശരി, നിന്നോട് ഞാനത് പറയാം, എന്തായാലും നീയും അറിയേണ്ടതല്ലേ. അതെ, വിക്രം ജയിലിൽ കിടക്കുമ്പോൾ സഹായിച്ച ഒരു സാറുണ്ടായിരുന്നു, ഒരു ബാലൻ സാറ്. ആ ബാലൻ സാറിന് വേണ്ടിയിട്ടാണ് വിക്രം അതൊക്കെ ചെയ്തത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദയ്ക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അതെ, ഈ ബാലൻ എന്ന് പറയുന്നത് റിട്ടയർഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്കൊരു മകനുണ്ട്. എൻ്റെ മോൻ്റെ കോളേജിലാണ് അവൾ പഠിക്കുന്നത്. എൻ്റെ മോനെ ഒരാഗ്രഹം, അവളുമായിട്ടൊരു സിനിമയ്ക്ക് പോകണം. ചെക്കൻ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയിക്കോളാൻ എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. നമ്മുടെ നന്ദിനി വന്നിട്ട് വിളിക്കാൻ കേട്ടോ. എടാ വിക്രം, അമ്മ അവിടെ കിടന്ന് കയറി പിടിക്കും, നീ ഒന്ന് വന്നേ. എന്താ അവിടെ എന്തോ പ്രാർത്ഥന വഴിപാടൊക്കെ, നീ വാ. പ്രാർത്ഥന? ഇതെന്തത്? ഇങ്ങോട്ട് വായു, ഇവിടെ എല്ലാവർക്കും വട്ടായോ? നീ ജയിലിൽ പോയതിന് ശേഷം ഇവിടെ എല്ലാവർക്കും വട്ടാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വാസവനെ തന്നെയാണ് കേട്ടോ. വാസവൻ പറയാണ്, അതെ, ചെക്കൻ അങ്ങനെ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് സമ്മതിച്ചു, പക്ഷേ അവൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവളൊരു സാമർത്ഥ്യം നോക്കണേ. ഒരു റിട്ടയർഡ് ഒരു ഉദ്യോഗസ്ഥൻ്റെ, സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളില്ലേ അവൾക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിലും എന്തൊന്നും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്തു? ഒരു ദിവസം അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അതും പറഞ്ഞ് അവൾ മുഖത്തൊരൊറ്റ അടി കൊടുത്തില്ലേ. കാരണം പോകച്ച് ചെക്കൻ്റെ കാരണത്തെ 3 ദിവസം പാടുണ്ടായിരുന്നു. ദോഷം പറയാലോ, 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പാട് മാറിയത്. പിന്നെ എന്ത് ചെയ്യാനാ, അവനങ്ങ് പൊക്കി അവളെ എന്ന് പറയാൻ കേട്ടോ. പിന്നെ എന്താണെന്ന് പറയണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വേദമൊന്നും ഇടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണേ. പിന്നീട് വിക്രം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ മഹേശ്വരൻ്റെ അടുത്ത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയാം കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ എന്തോ ഒരു പൊതി ഇരിക്കുന്നത് എന്താണെന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഇത് നീ പോയി അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഒഴിഞ്ഞു വെച്ച പൈസയാണ്, ഇത് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതിനുശേഷം നാളെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറയട്ടോ. അങ്ങനെ വിക്രം അത് വാങ്ങിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ വിനായകൻ വരികയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, എടാ വിക്രം, നീ വന്നോ ജയിലിൽ നിന്ന് പറയട്ടോ. അപ്പോൾ പറയും, ജയിലിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യുന്നത് പോലെ അമ്മ വിക്രത്തിനെ കൊണ്ടു കിടക്കുന്നത്, എണ്ണയിടലും തേപ്പിക്കലും കുളിപ്പിക്കലും, സൂപ്പടക്കളയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതേ വേദന ബാഗ് എടുത്തുകൊണ്ട് വയ്ക്കാൻ പറഞ്ഞപ്പോൾ നീ മറുകണ്ഠം ചാടിയെന്ന് ചോദിക്കുക. അങ്ങനെ മറുകണ്ഠം ചാടിയൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ. തിരുവനന്തപുരത്ത് സ്ഥലക്കച്ചവടത്തിന് പോയിട്ട് വന്ന വിനയേട്ടനോട് പോലും അമ്മ ഇങ്ങനെ കാണിക്കൂലല്ലോ. എൻ്റെ വിനയേട്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം ജയിലിലെങ്ങാനും കുറച്ച് നാൾ പോയി കിടക്ക്, അപ്പോൾ VIP ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകാണ് കേട്ടോ. എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലാതെ ജയിലിൽ വന്നില്ല, കൺഗ്രാസ് എന്ന് പറഞ്ഞിട്ട് വിനായകൻ വിക്രത്തിന് കൈ കൊടുത്തിട്ട് പോകാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വാസവനെ തന്നെയാണ്. വാസവൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവനെ ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ എന്തുവിട്ടാണ്, പിന്നെ ചെറുപ്പത്തിലെ തന്നെ അവൻ ഇത്തിരി റീല് പോയ ആളാണ്. അത് സ്വന്തം അമ്മാവരെ, അതായത് എൻ്റെ ഭാര്യയുടെ അമ്മരെ മുഖത്തേക്ക് കഞ്ഞിക്ക് ചൂട് പോയി എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞി എടുത്ത് ഒഴിച്ച ആളാണ് അവൻ. പിന്നെ ആ പെൺകുട്ടിനെ വിടുമോ? എന്തോ ഇരുമ്പ് വടി കൊണ്ട് കൈയും കാലം തല്ലി ഒടിച്ചെന്നോ തണ്ടലൊടിച്ചെന്നോ പിന്നെ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നത് കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അർത്ഥം വെച്ചിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഏതൊക്കെ വല്ലാത്തൊരു ദേഷ്യവും പകയൊക്കെ തോന്നാണ് കേട്ടോ. ഏതെങ്കിലും മൂക്കം തിരിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലിടപെട്ടത് വിക്രമാണ്. വിക്രമിന് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവളുടെ അച്ഛൻ എൻ്റെ മോൻ്റെ മുഖത്ത് ആരോ അടി അടിക്കണമെങ്കിൽ കുഴപ്പമില്ല, പെൺകുട്ടിയുടെ അച്ഛനല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അതുപോലെയാണോ ഇത് എന്ന് പറയാൻ കേട്ടോ. അതിന് പ്രതികാരം വീട്ടിയതാണ് വിക്രം. അപ്പോൾ വിക്രത്തിന് ഞാൻ വെറുതെ വിടുമോ? അതിനുശേഷം വാസവൻ പോയിട്ട് അഭിലാഷിൻ്റെ തോളി പിടിച്ചിട്ട് പറയാണ്, അതെ 2-3 ദിവസം ഇവിടെ പട്ടിണിക്കിട്, അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, പിന്നെ ഒരിറ്റ് ശ്വാസം വെച്ചേക്കണം കേട്ടോ. എൻ്റെ മോൻ കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ ആ പെൺകുട്ടി കിടക്കുന്നത് പോലെ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ഇവള് യാചിക്കണം. അത് ഇവളുടെ ഭർത്താവും ഇവളുടെ അച്ഛനും കാണണം. ഇവളുടെ അച്ഛനെ ഞാൻ ശരിയാക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ അത് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തത്. നീയാണെന്ന് കേട്ടപ്പോഴേ പിള്ളേർക്ക് ഇത്തിരി ഉഷാറായി എന്ന് പറയുകയാണേ. എന്തായാലും നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യ്,
പിന്നെ വേദന എടുത്തു വന്നിട്ട് പറഞ്ഞു, ഞാനേ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് വരാട്ടാ എന്ന് പറയാണ് കേട്ടോ. ദേഷ്യത്തോട് കൂടിയിട്ട് വേദ ഇങ്ങനെ അയാളിങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം അഭിലാഷ് വേദന എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ മുഖം തിരിച്ച് കളയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പ്രമോല് വേദന കാണാത്തതിൽ എല്ലാവരും വേദന വീട്ടിലേക്ക് വേദ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ വിക്രം അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. വിക്രം പറയുന്നുണ്ട് വേദ എന്തായാലും വീട്ടിലേക്കൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ടേ.